ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നമുക്ക് 10 സ്റ്റോക്കുകൾ, അതായത് ഇപ്പോൾ ഈ എക്കോണമി റിക്കവറി ഒക്കെ ആവുന്നുണ്ട്, ഈ മോണിറ്ററി പോളിസിന് ശേഷം ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ നല്ല ഒരു ബെനിഫിറ്റ് ഫിനാൻഷ്യലി നമുക്ക് റിട്ടേൺസ് കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 10 സ്റ്റോക്കുകളാണ് എക്സ്പേർട്ടുകൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സെക്ടറാണ് ഈ എക്കോണമിക്കിൽ റിക്കവറി ആവുന്ന സമയത്ത് നല്ല ഗ്രോത്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, IT, ടെലികോം, പിന്നെ ഫാർമ, ഫിനാൻഷ്യൽസ് ആണ് ബെറ്റർ നമ്പേഴ്സ് കൊണ്ടുവരുന്നത്. അതേപോലെ FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസും 100% റിക്കവറി ആണ് ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഓരോ സ്റ്റോക്കുകളും നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് JK സിമെന്റ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇവരുടെ സിമെന്റ് മാനുഫാക്ചറിംഗ് ആണ് ഇവരുടെ പ്രോഡക്ട്സ് വരുന്നത്. കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2131 ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 16,467. 52 വീക്ക് ഹൈ 2240 and 52 വീക്ക് ലോ 795. ഡിവിഡൻഡ് yield 0.35%. ഫേസ് വാല്യൂ 10. റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.6%. ബുക്ക് വാല്യൂ 427. ROC 17.1. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല CAGR ആണ് 31.73% ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട് 21.47%. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് സിമെന്റ് ഇൻഡസ്ട്രിയിൽ അൾട്രാടെക് സിമെന്റ്, ശ്രീ സിമെന്റ്, അംബുജ സിമെന്റ്, ACC, ബിർള കോർപ്പറേഷൻ, ഹിഡൽബർഗ് സിമെന്റ് ആണ്. അപ്പൊ ഇവരുടെ സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസത്തെക്കാളും സെപ്റ്റംബറിൽ നല്ല ഇൻക്രീസ് ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡബിൾ ആയി എന്ന് പറയാം. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ആയിരിക്കുകയാണ്. ഡബിൾ അല്ല, ട്രിപ്പിൾ ആയി എന്ന് തന്നെ പറയാം. അതുപോലെ നിങ്ങൾ ഇവരുടെ ഫിനാൻഷ്യൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ അസറ്റ് 8,000 നിന്നും 9,000 ആയി ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുക. FII, DII, പബ്ലിക് എല്ലാം തന്നെ ഇൻക്രീസ് ആയിരിക്കുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ JK സിമെന്റ്സ് ലിമിറ്റഡ് നമുക്ക് തീർച്ചയായിട്ടും ടോപ്പ് പിക്ക്, സ്ട്രോങ് ഡിമാൻഡ് ഉള്ള ചീപ്പ് വാല്യുവേഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമർ ഡ്യൂറബിളിൽ ഏറ്റവും ടോപ്പ് പിക്കിലും ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഉള്ള ഒരു വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹോക്കിൻസ് കുക്കർ ഈ ഒരു സെക്കൻഡ് പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഹോക്കിൻസ് കുക്കർ ആണ് സെക്കൻഡ് വരുന്ന സ്റ്റോക്ക്. കൺസ്യൂമർ ഡ്യൂറബിളിൽ ടോപ്പസ്റ്റ് വരുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു കൊറോണ ടൈം ഒക്കെ ആയതുകൊണ്ട് മിക്കവരും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ കിച്ചൺ ഈ ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 5,161. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,730 and 52 വീക്ക് ഹൈ 5,540. 52 വീക്ക് ലോ 3,101. ഡിവിഡൻഡ് yield 1.55% ഉണ്ട്. ഫേസ് വാല്യൂ 10. റിട്ടേൺ ഓൺ ഇക്വിറ്റി 56.1. then book value 245 and ROC 62.3% ഉണ്ട്. ഇതിന്റെ ഒരു പെർഫോമൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 49.88% ഉണ്ട്. ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിരിക്കുന്നു. 34 നിന്നും 27 ആയിട്ട് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. കോമ്പറ്റീറ്റേഴ്സ് വേൾപൂൾ, അതുപോലെ TTK, പ്രസ്റ്റീജ്, ബജാജ് ഇലക്ട്രിക്കൽ, സിംഫണി, ഓറിയന്റ്, IFB ഇൻഡസ്ട്രീസ്. ഇപ്പൊ ഇവരുടെ സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 101 നിന്നും 193 ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10 നിന്നും 36 ആയി ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 6 നിന്നും 26 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് 298 308 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണും നല്ല ഒരു ഇംപ്രൂവൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റോക്ക് നമ്മൾ ഹോക്കിൻസ് കുക്കർ നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പേജ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്വരാജ് എൻജിൻസ് ആണ്. ടോപ്പ് ഇൻ ദ പിക്ക് ഓഫ് കൺസ്യൂമർ ഡിസ്ക്രിഷണറി സ്പേസ് ഹീറോ മോട്ടോ കോർപ്പ്, സ്വരാജ് എൻജിൻസ് ആണ് ഓട്ടോ ആൻസിലറി സ്പേസിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ പേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക്. ഇപ്പൊ മെയിൻലി പറയുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് റേഞ്ച് ഓഫ് വുമൺ, മെൻ, ചിൽഡ്രൻ എല്ലാവർക്കും വേണ്ടി ഇവര് പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കറണ്ട് പ്രൈസ് 24,106. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 26,878 ആണ്. ഇവരുടെ ട്രേഡ് ഇവരുടെ മെയിൻ ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആണ്.
Then book value 803 and the dividend yield 0.67, face value 10, return equity for 43%, ROCE 53.5 ആണ്. ഇവരുടെ മെയിൻ പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ കമ്പനിയുടെ മീഡിയം സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 10 years ആയിട്ട് നല്ല ഗ്രോത്ത് ആണ്, 19.87. പിന്നെ നല്ല ഹെൽത്തി ഡിവിഡൻ പേ ഔട്ട് ഉണ്ട്, 63.92. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് 45.45. Then our competitors KPR Mill, Rupa, Kitex Garments, Pearl Global Industries തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ സെയിൽസ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്, 285 നിന്നും 740 ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് വരുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ്, -40 നിന്നും 111 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പോൾ ഓവറോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി സ്വരാജ് എൻജിൻസ്, ഈ ഒരു സ്റ്റോക്ക് കൂടി നോക്കാം. സ്വരാജ് എൻജിൻസ് മെയിൻലി ഡീസൽ എൻജിൻ, ഹൈടെക് എൻജിൻ കമ്പോണൻസ്, ട്രാക്ടർ ആപ്ലിക്കേഷൻ ആണ് ഇവരുടെ മെയിൻ ബിസിനസ്. കറണ്ട് പ്രൈസ് 1424 ആൻഡ് 52-week ഹൈ 1709, 52-week low 803. ഡിവിഡൻഡ് yield 1.76, ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി 30, ബുക്ക് വാല്യൂ 183 ആണ്, ROCE 39.3%. ഇവരുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫ്രീ ലാസ്റ്റ് 3 years ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്, ഹെൽത്തി ഡിവിഡൻ പേ ഔട്ട് 72.53 ആണ്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് കുമിൻസ് ഇന്ത്യ, ക്രീവ്സ് കോട്ടൺ, കിർലോസ്കർ ഓയിൽ, GG എഞ്ചിനീയറിംഗ്. ക്വാർട്ടർലി റിസൾട്ട് സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസത്തെക്കാളും ഇൻക്രീസ് ആയി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റും 8 നിന്നും 27 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ACC ആണ്. ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, L&T ബുള്ളിഷ് ആയതുപോലെ. അതുപോലെ അതർ സ്റ്റോക്സ് IDFC, ഫസ്റ്റ് ബാങ്ക്, ഗോദ്രേജ് കൺസ്യൂമർ ആണ് ബാക്കിയുള്ളത്. ACC ടോപ്പസ്റ്റ് റാങ്ക് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ACCയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ACC ലിമിറ്റഡ് മെയിൻലി സിമെന്റ് മാനുഫാക്ചറിംഗ് തന്നെ, റെഡിമെയ്ഡ് സിമെന്റ്സ്. കറണ്ട് പ്രൈസ് 1661, 52-week ഹൈ 1788, 52-week low 895, dividend yield 0.84, ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.3% ഉണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഡെപ്റ്റ് ഫ്രീ, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 29.76%. സെയിൽസ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്, 2602 നിന്നും 3537 ഇൻക്രീസ് ആയി. നെറ്റ് പ്രോഫിറ്റ് 271 നിന്നും 364 ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും റീസെന്റ് ബെറ്റർ ആണെന്ന് തന്നെ പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. പോസ്റ്റ് മെജർനൈസേഷൻ ഈ ഒരു സ്റ്റോക്കിന് നല്ല ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റ് ഷെയർ ഗെയിൻസ് എല്ലാം തന്നെ ഉണ്ട്. ലോൺ ഗ്രോത്ത് 15.7 ആയിട്ട് ഇൻക്രീസ് ചെയ്തായിരിക്കും, CAGR ഇൻക്രീസ് 15.7% ഇൻക്രീസ് ആയിരിക്കുന്നു. സോ അതെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് ഗോദ്രേജ് കൺസ്യൂമർ ആണ്. ഗോദ്രേജ് കൺസ്യൂമർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CAGR നല്ല ഒരു ഏർണിങ്സ് 4.7% ഉണ്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ. ഗോദ്രേജ് കൺസ്യൂമറുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ മെയിൻലി ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ കമ്പനിയാണ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സിൽ. കറണ്ട് പ്രൈസ് 714, 52-week ഹൈ 772 ആൻഡ് 52-week low 425, ഡിവിഡൻഡ് yield 0.84%, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 20.5% ഉണ്ട്, ബുക്ക് വാല്യൂ 84.6, ദെൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 73,052 ആണ്. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പറയേണ്ട ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 46.66, പിന്നെ നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് 25.63% ഉണ്ട്, ഡെപ്റ്റ് റെഡ്യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2300 നിന്നും 2915 ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് 395 നിന്നും 458 ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഗോദ്രേജ് കൺസ്യൂമർ ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് 2-wheeler സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 10 to 15% വരെ അപ്സൈഡ് കാണിച്ച സ്റ്റോക്കാണ് ഹീറോ മോട്ടോ കോർപ്പ്. നല്ല ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉള്ള ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് അതുപോലെ BPCL റീറ്റെയിൽ ഇൻഡസ്ട്രിയൽ രണ്ടിലും 10% വെച്ച് ഡിമാൻഡ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ L&T കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഈ ഒരു പാൻഡമിക്കിൽ പോലും 15% അപ്സൈഡ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ L&T ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
മെയിൻലി ഹൈ ഇമ്പാക്റ്റഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ മെയിൻ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, പവർ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ബിസിനസ്. കറന്റ് പ്രൈസ് 1170, 52-week high 1384, 52-week low 661, dividend yield 1.54, face value 2, return on equity 16.6%. അപ്പൊ മെയിൻ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പറയേണ്ട ലാസ്റ്റ് 5 years ആയിട്ട് നല്ല CAGR 19.64%, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 28.41. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ആണ് ഇവരുടെ മെയിൻ ഇൻഡസ്ട്രി. അതായത് എഞ്ചിനീയറിംഗ് ടേൺകീ സർവീസസ് ആണ് ഇവരുടെ ഇൻഡസ്ട്രി. ലാർസൺ ആൻഡ് ടോർബോ, GMR Infra, റൈറ്റ്സ് എഞ്ചിനീയറിംഗ് ഇന്ത്യ, അശോക് ബിൽകോൺ, GE പവർ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 21,000 നിന്നും 31,000 നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 303 നിന്നും 5,520 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കും. അപ്പൊ നല്ല ഒരു പോസിറ്റീവ് സൈൻ ആണ്. എല്ലാറ്റിയും നമുക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ ഇന്റർഗ്ലോബ് ഏവിയേഷൻ. ഏവിയേഷൻ നമുക്കറിയാം 11% ആണ് അപ്സൈഡ് കാണിച്ചിരിക്കുന്നത്. ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി ഈ കോവിഡിന്റെ ഇതൊക്കെ മെഡിസിൻ ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ ഇന്റർഗ്ലോബ് ഏവിയേഷൻ നല്ല ഏവിയേഷൻ എല്ലാം തന്നെ ഗ്രോത്ത് ആയിരിക്കുകയാണ്. ഇന്റർഗ്ലോബ് ഏവിയേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അപ്പൊ ഈ ഒരു മെയിൻലി എയർ ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് ആണ്. കറന്റ് പ്രൈസ് 1740, 52-week high 1768, dividend yield ഇല്ല, ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി -14 ആൻഡ് ബുക്ക് വാല്യൂ 47.4. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 10 years ആയിട്ട് 23.90% ഉണ്ട്. സ്പൈസ് ജെറ്റ്, ജെറ്റ് എയർവേസ്, MFL ഇന്ത്യ, ടാറ്റ എന്റർപ്രൈസസ്, താൽ എന്റർപ്രൈസസ് ഇതൊക്കെയാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സെയിൽസ് 767 നിന്നും 2,700 ആയിട്ട് ഇൻക്രീസ് ആയി. അതുപോലെ നെറ്റ് പ്രോഫിറ്റും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഗ്രോ ആയിരിക്കുകയാണ്. അപ്പൊ ഈ 10 സ്റ്റോക്കുകളാണ് ഈ ഒരു റിക്കവറി ടൈമിൽ എക്സ്പേർട്ടുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. ഈ ഒക്കെ സെക്ടേഴ്സും ഈ നമ്മൾ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നല്ല റിട്ടേൺസ് വരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറുണ്ട് 960 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ട്രേഡിംഗ് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.